ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് എടുക്കാൻ ഇന്നത്തെ ചെറിയ റീഡിങ്, ക്വിക്ക് റീഡിങ് ആക്കാൻ പോവാണ്. സോറി, നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നടക്കാനാണ് സാധ്യത നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഓക്കെ, മൂൺ കാർഡ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, അഡ്വൈസ്, ഗൈഡൻസ്, ഏസ് ഓഫ് സോർഡ്സ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ല, വ്യക്തമല്ല. മനസ്സ് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, തീരുമാനമെടുക്കാൻ, അതിൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് പാസ്റ്റിലെ കാര്യങ്ങളും ആയിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഇമോഷണലി നിങ്ങൾക്കൊരു വിഷമിപ്പിക്കുന്നതായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. ബട്ട് ഇവിടെ ആക്ച്വലി ഇതെന്താ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ അത് ക്ലിയർ ആവാൻ പോകുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നമുക്ക് സമയം മാറി വരുന്ന രീതിയിലാണ്. അതായത് ടൈം ചേഞ്ച് ആവുന്നു, അല്ലെങ്കിൽ ഇവിടെ എവിടെയോ നിങ്ങളുടെ ഒരു കർമ്മ ക്ലിയർ ആയിട്ട് വരുന്ന പോലെയാണ്. മാത്രമല്ല നിങ്ങൾക്ക് വീല് തിരിഞ്ഞു വരുന്നു. സോ ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇനി മാറി വരും എന്ന രീതിയിലാണ്. ഓക്കെ, അത് മാറി വന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്ന രീതിയിലാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി, ട്രൂത്ത് എന്ന രീതിക്കാണ്, നമ്മൾ ആക്ഷൻ എടുക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ നമ്മൾ എന്താ പറയുക, എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊന്ന് പറയില്ലേ, സ്റ്റാൻഡ് എടുക്കില്ലേ, അതുപോലെയുള്ള ഒരു കാർഡാണിത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടാത്തതിനെ വെട്ടിമാറ്റാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ശരി എന്താണ് എന്ന് ചെയ്യാൻ അതിനുള്ള തയ്യാറെടുപ്പ്, നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതായിട്ട്, അതായത് നിങ്ങൾക്ക് സത്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക, ഒരു വ്യക്തത വരിക എന്ന രീതിയിൽ, കോൺഫിഡൻസ്, നിങ്ങൾ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ കൺഫ്യൂഷനൊക്കെ മാറും. കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് നിങ്ങളൊരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ഈ ഒരു പീരീഡ്, ഓക്കെ, ആ ഒരു ആക്ച്വലി ഈ ഒരു കൺഫ്യൂഷൻ്റെ പീരീഡ് നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ട് എടുക്കാം. കാർമിക് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, നിങ്ങൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള രീതിക്കായിരിക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കുന്നതുമായിരിക്കാം. ഓക്കെ, കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി വളരെ ബോൾഡായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്ന പോലെയാണ് ഇവിടെ. ആൻഡ് അത് നിങ്ങളുടെ ഭാഗത്ത് ശരിക്കും ലക്ക് എന്ന് പറയാം. ഓക്കെ, സോറി, ഞാൻ വിധി ലക്ക് എന്നാണ് പറയാൻ വന്നത്. ലക്ക് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ലക്ക് മാറാൻ പോകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് നിൽക്കാൻ പോകുന്നു എന്നാണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കാണുന്നുണ്ട്. സോ മേ ബി ഇവിടെ ആൻഡ് ഇവിടെ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമുണ്ട്. സോ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ്. എനിക്ക് മെയിനായിട്ട് എനിക്ക് അതാണ് ഇവിടെ ഫീൽ ചെയ്തത്. നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ന്യായമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഓക്കെ, ഇനി നിങ്ങൾക്കത് കിട്ടാൻ തുടങ്ങും എന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് എടുക്കും. എനിക്കിങ്ങനെ പറ്റില്ല, എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല, എനിക്കിങ്ങനെയല്ല വേണ്ടത് എന്ന് നിങ്ങൾ പറയാൻ പഠിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇടുന്ന എഫേർട്ട് എന്താണോ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത്, ഓക്കെ, അതിനൊക്കെ ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ തുടങ്ങും. ആൻഡ് ആ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. എനിക്ക് ഇനി ഇങ്ങനെ പറ്റില്ല, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം എന്ന രീതിക്ക് ഐ തിങ്ക് നിങ്ങളൊന്ന് പറയാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞതും ആക്ഷൻ എടുക്കുന്നത് പറഞ്ഞതും. സോ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഈ കൺഫ്യൂഷനും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, തെറ്റിപ്പോവോ, ഞാൻ ചെയ്താൽ ശരിയാവില്ലേ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഇല്ല, ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ഒരിക്കലും തെറ്റല്ല എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളോട് അന്യായമായത് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായമായത് കിട്ടണം എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. സോ അത് വളരെ നല്ല കാര്യമാണ്, കോൺഫിഡൻസ് വരുന്ന കാര്യമാണ്. മെയിനായിട്ട് കൺഫ്യൂഷനൊക്കെ നിങ്ങളെ ക്ലിയർ ആവും. ആൻഡ് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ഒരു ടൈം കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സായിട്ടൊരു മാറ്റം കൊണ്ടുവരും, സമയത്തിൻ്റെ മാറ്റം കൊണ്ടുവരും. ബാലൻസിലല്ലാത്ത കാര്യങ്ങളെ ബാലൻസ് ചെയ്യും എന്ന് പറയാം. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്.
ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കാർഡ്സ്, സെയിം കാർഡ്സേ ഉള്ളൂ, എൻ്റെ കയ്യിൽ അധികം ഇല്ല. ഓക്കെ, ഹൗ ക്യാൻ യു സെർവ്? ഓക്കെ, റിലിംക്വിഷ് ഫിയേഴ്സ്, ഐ തിങ്ക് ഇത് ഇന്നലെയും വന്നിരുന്നു. ട്രസ്റ്റ്. ഓക്കെ, ടേക്ക് ആക്ഷൻ. ഏസ് ഓഫ് സോർഡ്സിൻ്റെ കാർഡ്, ടേക്ക് ആക്ഷൻ. ഓക്കെ, ആൻഡ് വൺ മോർ ലാസ്റ്റ് വൺ, പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, ഷെയർ യുവർ ലൈറ്റ് കൊണ്ട് ഇവിടെ വേണ്ട നമുക്ക്. ഓക്കെ, മെയിനായിട്ട് ഇതിവിടെ പറഞ്ഞു, ഇതും ആക്ച്വലി നിങ്ങൾ എന്താ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ന്യായമായത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിട്ടേൺ നിങ്ങൾക്ക് തരും. നമ്മൾ പറയില്ലേ, നമ്മൾ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൻ്റെ ന്യായം കിട്ടും എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൗ ക്യാൻ യു സെർവ് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി ഇത് കുറച്ച് ഡൊണേഷൻ്റെ കാര്യമൊക്കെയാണ്. ഡൊണേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുകൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യുക എന്നും ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സമയമായി എന്നാണ്. എൻ്റെ ഇവിടെ റിലിംക്വിഷ് യുവർ ഫിയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേടികൾ മാറ്റിവിടും. ഓക്കെ, നിങ്ങളുടെ ആക്ച്വലി യെസ്, മൂൺ കൺഫ്യൂഷൻ മാത്രമല്ല പേടി കൂടിയാണ്. സോ പേടി, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട്സ് അതെല്ലാം വിട്ടുകളയൂ. ഓക്കെ, നിങ്ങൾക്ക് വഴി ഓപ്പൺ ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാനുള്ള മുന്നോട്ട് നല്ലൊരു പാത്ത് ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത്. എൻ്റെ ഇവിടെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞത്. സോ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് വേറെ ആരും കണ്ടില്ലെങ്കിലും യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, അത് ന്യായമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യും. ആൻഡ് ടേക്ക് ആക്ഷൻ. യെസ്, നിങ്ങൾ ബോൾഡ് ആവൂ, കോൺഫിഡൻ്റ് ആവൂ. ഓക്കെ, ഒരിക്കലും നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യരുത്. ഞാൻ ചെയ്ത് പോരാഞ്ഞിട്ടാണോ, ഞാൻ ചെയ്ത് എന്താ പറയുക തെറ്റുണ്ടോ, അങ്ങനെയൊന്നും നിങ്ങൾ അവനവനെ ചോദ്യം ചെയ്യാതിരിക്കുക. ആൻഡ് ടേക്ക് ആക്ഷൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങൂ, ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ മടിച്ചു നിന്നിട്ടോ പേടിച്ചു നിന്നിട്ടോ വേണ്ട സ്ഥലത്ത് നിങ്ങൾ ശബ്ദം ഉയർത്തില്ല അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട സ്ഥലത്ത് നിങ്ങൾ ചിലത് ചെയ്യില്ല. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചെയ്യാൻ തുടങ്ങൂ, ആക്ഷൻ എടുക്കൂ എന്നാണ്. പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ ഇത് കുറച്ച് ഡിസിപ്ലിനിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ റൊട്ടീനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ തുടങ്ങും. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഞാൻ വളരെ ക്വിക്ക് റീഡിങ് ആക്കുകയാണ്. എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട്സ് ഫിയേഴ്സ് മാറിയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് മെയിൻ. ആൻഡ് അതിന് നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്, ബോൾഡ് ആവാൻ പറയുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആവും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് യൂണിവേഴ്സ് ഇസ് ഓൾവേസ് വിത്ത് യു. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.